ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പ ലിയോ 14 ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് മെത്രാപ്പൊലീത്തയുടെ ആശംസ. സഭയുടെ 267ാമത് മാർപ്പാപ്പയാണ് ലിയോ 14. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14നെയാണ് മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചത്. കർദിനാൾമാരുടെ 3ാം വട്ട വോട്ടെടുപ്പിലൂടെയാണ് 267ാമത് മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത്. യുവസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയാണ് ഇദ്ദേഹം. വളരെയേറെ കഴിവും പ്രാപ്തിയുമുള്ള പുതിയ പോപ്പ് സമാധാനകാംക്ഷിയാണ്. പാവങ്ങളോട് കരുണയും അനുകമ്പയും ഉള്ളയാൾ കൂടിയാണെന്നും തിരുവല്ല അതിഭദ്രാസന മെത്രാപ്പൊലീത്ത കൂടിയായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് പറഞ്ഞു. ആഗോള സഭയ്ക്ക് ഒരു പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധനായ ലിയോ 14 മാർപ്പാപ്പ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസയും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പിന്തുടർച്ച, അതുപോലെ തന്നെ വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പായുടെയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെയും പാത പിന്തുടരുന്ന ഒരു ശ്രേഷ്ഠ പിതാവായിട്ട് ഈ ലിയോ 14 മാർപ്പാപ്പ ആയിത്തീരും. കാരണം അങ്ങനെയുള്ളതായ ശൈലിയാണ് അഭിനന്ദ പിതാവിനുള്ളത്. ഈ പിതാവിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഒരു തികഞ്ഞ സുവിശേഷ ശുശ്രൂഷകനായിരുന്നു. മിഷൻ മേഖലയിൽ, പ്രത്യേകിച്ചും തെക്കേ അമേരിക്കയിൽ പെറു എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം വർഷങ്ങൾ മിഷൻ പ്രവർത്തനവുമായിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ച വലിയ ഒരു മിഷണറി ആയിരുന്നു. 2, ഈ പ്രിയ പിതാവിൻ്റെ വളരെ പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയും വിനീതമായ സ്വഭാവവുമാണ്. തികഞ്ഞ ഒരു സുവിശേഷകനാണ് ഇദ്ദേഹം. എളിമയുള്ളവനും വിനീതനുമായ ഇദ്ദേഹം ദൈവത്തിന്റെ ദാസന്മാരുടെ ദാസൻ എന്ന സംബോധനയോടെയാണ് സഭാ സമൂഹം ആദ്യമായി കണ്ടത്. നീതിക്കും സമാധാനത്തിനുമായും ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളയാൾ കൂടിയായ മാർപ്പാപ്പ നാടിനെയും പൊതുസമൂഹത്തെയും നയിക്കുവാൻ ദൈവം പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു തിരുമേനി വളരെ വിനയാന്വിതനായി ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ സെർവോരും ദെയ്, അതായത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ എന്ന ആ സംബോധന പ്രിയപ്പെട്ട പിതാവ് പൂർണ്ണതയിൽ അത് എത്തിക്കുമെന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങൾ കാംക്ഷിക്കുകയും ചെയ്യുന്നു.